ഹായ്, പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് പെണ്ണ് കേസ് റിവ്യൂലോട്ടാണ്. ഡയറക്ടർ ഫെബിൻ സിദ്ധാർത്ഥ്, റൈറ്റർ ഫെബിൻ സിദ്ധാർത്ഥും രശ്മി രാധാകൃഷ്ണനും കൂടെ ചേർന്നാണ് ഇതിൻ്റെ റൈറ്റിംഗ് എഴുതിയിരിക്കുന്നത്. ഇതിൻ്റെ മെയിൻ ഒരു അപ്രീഷിയേറ്റ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്രൊഡ്യൂസർക്കാണ്. കാരണം ഈ ഒരു പടത്തിന് പൈസ മുടക്കിയത് ഇതിൻ്റെ ഡ്യൂറേഷനൊക്കെ 1 മണിക്കൂർ 45 മിനിറ്റോ 50 മിനിറ്റ് അടുപ്പിച്ചെങ്ങാണ്ടേ ഉള്ളൂ ഇതിൻ്റെ ഒരു ഡ്യൂറേഷൻ. നല്ലൊരു ഡ്യൂറേഷൻ തന്നെ. പക്ഷേ ഇതിൻ്റെ പ്രൊഡ്യൂസർക്ക് വേണം ഈ നല്ലൊരു അപ്രീഷിയേഷൻ കൊടുക്കാൻ. 2 പേരാണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ ചെയ്തേക്കുന്നത്. ഒന്ന് മുകേഷ് മേത്തയും ഉമേഷ് ബെൻസാലും. ഇവർക്കാണ് നല്ലൊരു അപ്രീഷിയേറ്റ് ഈ ഒരു സിനിമ കണ്ടിട്ട് ഞാൻ കൊടുക്കുന്നത്. പിന്നെ ഈ പടത്തിനെ പറ്റി ടോട്ടലി എങ്ങനെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, വെറുതെ ഒരാൾ ടിക്കറ്റ് എടുത്തിട്ട് കൊണ്ടുപോയി കാണിക്കാമെന്ന് പറഞ്ഞാലും കാണാൻ പോലും കൊള്ളാത്ത ഒരു അപരാധം സിനിമ. കാരണം ഈ ഒരു വർഷം ഇപ്പോൾ തുടങ്ങിയതേ ഉള്ളൂ. ആദ്യത്തെ അപരാധം ഇന്നലെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു പരാശക്തി. ഇത് 2ാമത്തെ സിനിമ പെണ്ണ് കേസ്. കണ്ടിരിക്കാൻ പറ്റത്തില്ല. ഈ ഒരു പടത്തിൽ നിഖില വിമലാണ് മെയിൻ റോൾ ചെയ്തേക്കുന്നത്. ബാക്കി ഉള്ള കുറേ പേര് വരുന്നുണ്ട്, കുറേ കാസ്റ്റിംഗ് ഉണ്ട്. അവരെല്ലാം കുറേശ്ശെ കാണിച്ചു വരുന്നുള്ളൂ. എല്ലാം മത്സരിച്ച് വേർപ്പിച്ചിട്ടുണ്ട്. ഇതിനകത്ത് പൈസ കൊടുത്ത് കുറച്ചെങ്കിലും ഒരു ഉത്തരവാദിത്തം, പൈസ കൊടുത്ത് ആ ഒരു റോളിന് കുറച്ചെങ്കിലും ഒരു ഉത്തരവാദിത്തം കൊടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഹക്കീം ഷാ മാത്രമാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതും ഒരു ഫസ്റ്റ് ഹാഫ് ഉള്ള ഒരു കുറച്ച് ഭാഗത്ത് മാത്രം. ഈ ഒരു പടത്തിൻ്റെ സാമ്യമുള്ള ഒരു സ്റ്റോറി ഞാൻ നേരത്തെ തമിഴിൽ കണ്ടിട്ടുണ്ട്. ആ തമിഴിനകത്താണെങ്കിൽ ഇതിനകത്തൊരു ആണാണ് കുറേ പെണ്ണുങ്ങളെ കല്യാണം പറ്റിച്ച് പോകുന്നത്. ഇതിനകത്ത് നേരെ തിരിച്ച് ഇതൊരു പെണ്ണാക്കിയിട്ടുണ്ട്. ആ പെണ്ണാണ് നിഖില വിമൽ. രോഹിണി അങ്ങനെ കണ്ട ക്യാരക്ടറിൻ്റെ പേര്. അപ്പോൾ ഇവർ കുറേ പേരെ കല്യാണം കഴിച്ചിട്ട് പറ്റിച്ച് മുങ്ങുന്നുണ്ട്. അത് തന്നെയാണ് ഇതിൻ്റെ ഒരു മെയിൻ ഫ്ലോട്ട്. ഇതൊരു കോമഡി ജോണർ എന്ന് പറഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത്. എന്നിട്ട് ഇതിനകത്ത് എവിടെ കോമഡി എനിക്ക് തോന്നുന്നത്, ഇതിനകത്ത് എവിടെ കോമഡി എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരിടത്ത് പോലും ഒരു കോമഡിക്ക് വേണ്ട ഒരു സീൻ പോലും ഇല്ല. ഈ ഒരു ഏത് കാലഘട്ടത്തിലാണ് ഇവർ ചിന്തിക്കുന്നതെന്ന് ഞാൻ ആലോചിക്കുന്നത്. കാരണം ഇപ്പോൾ 2026 ഇതൊരു ഷോർട്ട് ഫിലിമിന് പോലും കൊള്ളാത്ത, ഷോർട്ട് ഫിലിമിന് കൊള്ളാവുന്ന ഒരു തീമുണ്ട്. പക്ഷേ ഇതൊരു സിനിമയാക്കാനുള്ള ഒരു തീം ഒരിക്കലും എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഇതിൻ്റെ തുടക്കം തന്നെ ഒരു അജു വർഗീസിൻ്റെ കല്യാണം കാണിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. ഇതിൻ്റെ അജു വർഗീസായിട്ട് വധുവായിട്ട് വന്നേക്കുന്ന ഈ നിഖില വിമലിൻ്റെ ക്യാരക്ടർ. അന്നേരമാണ് പറ്റിച്ച കുറേ പേര് കയറി വരുന്നുണ്ട്. അതിനകത്ത് കുറേ കോമഡി സ്റ്റാർസ് ഇല്ലെങ്കിൽ കുറേ കോമഡി കാണിക്കുന്ന കുറേ ഉളുപ്പന്മാരൊക്കെ ഉണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു നാണമില്ല ഈ മനുഷ്യന്. കാരണം ആരെന്ന് പറഞ്ഞാൽ ഹരി പത്തനാപുരം. എൻ്റെ വീടെന്ന് പറഞ്ഞാൽ പത്തനാപുരത്താണ്. ഈ ഹരി പത്തനാപുരം എൻ്റെ വീടിന് അടുത്ത് തന്നെ. ഇവിടുന്ന് പത്തനാപുരം വരെ 3, അവിടുന്ന് പള്ളിമുക്ക്, ആ ഒരു സ്ഥലത്താണ് പുള്ളിക്കാരൻ്റെ വീടെന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ പുള്ളിക്കാരന് അത്യാവശ്യം എല്ലാവർക്കും ഒരു ബഹുമാനം എല്ലാം ഉള്ളത്. കാരണം ഈ പുള്ളിക്കാരൻ ജോലിസേന വ്യത്യസ്തമായിട്ടുള്ളൊരു ജോലിസേന. കാരണം ഒരു ലവ് മാരേജുമായിട്ട് പുള്ളിയുടെ അടുത്ത് ചെല്ലുവാണെങ്കിൽ നിങ്ങളെന്തിനാ കാസ്റ്റ് നോക്കിയാണോ ലവ് ചെയ്യുന്നത്, നിങ്ങൾക്ക് കല്യാണം കഴിച്ചോ, അങ്ങനെയുള്ള രീതിയിലാണ് പുള്ളി പറയുന്നത്. കാരണം ആരുടെ മുന്നിൽ ഈ പൂജ ഒപ്പ് അങ്ങനെയുള്ള പരിപാടി ഒന്നുമില്ല. അതുപോലെ ഒരു റെസ്പെക്റ്റ് ഒക്കെ കൊടുത്തിട്ടുള്ളൊരു വ്യക്തിയാണ്. ആ പുള്ളി ഇതിനകത്തൊരു മഹാകോമാളിയായിട്ട് വന്നിരിക്കുന്നത്. നിങ്ങൾ ആ പുള്ളിയോടുള്ള ഒരു ബഹുമാനം പോയി ഈ ഒരു സിനിമ കണ്ടപ്പോൾ. അത് അസലൊരു മൊണ്ണ കിഴങ്ങേശ്വരൻ ക്യാരക്ടർ ഈ ഹരി പത്തനാപുരം ഇതിനകത്ത് ചെയ്തു വെച്ചേക്കുന്നത്. നിങ്ങൾക്കൊന്നും നാണം ഇല്ലയെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. നാണമില്ലയോ ഈ ഒരു അപരാധം? ഒരു നല്ല സിനിമയിൽ നല്ല റോളാണെങ്കിൽ കുഴപ്പമില്ല, ഇതൊരു അപരാധം പടത്തിൽ കൊണ്ടുപോയി ഇതേപോലെ ഒരു കോമാളി റോള് ചെയ്തു വെച്ചേക്കുന്നത്. ഇത്രയും എല്ലാവരും റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരാൾ ഇങ്ങനെ ഒരു കോമാളി തരം, ഇയാൾ പൈസയ്ക്ക് വേറെ എന്തൊക്കെ വഴിയുണ്ട്, ഇയാൾക്ക് വേറെ എന്തെങ്കിലും ചെയ്തു പറയാം. ചുമ്മാ അത് വെറുതെ വെറുപ്പിക്കാൻ വേണ്ടി ഒരു റോളും ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് പടം പോകുന്നുണ്ട്. ഹക്കീം ഷാ ഒരു SI ആയിട്ട് വരുന്നുണ്ട്. അങ്ങനെ ചോദ്യം ചോദിപ്പ്, അങ്ങനെ മറുപടി, അങ്ങനെ ആദ്യമേ നിഖില വിമലിന് ഇതിനകത്ത് ഡയലോഗൊക്കെ കുറവാണ്. മിണ്ടാതിരിക്കേണ്ട ഒരു റോൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് തുടങ്ങുന്നുണ്ട്. അപ്പം ഹക്കീം ഷായുടെ ആ ഒരു SIയുടെ സർക്കിളിൻ്റെ റോള് നല്ല രീതിയിൽ ആ ക്യാരക്ടർ പിടിച്ച് പുള്ളിക്കാരൻ ചെയ്തിട്ടുണ്ട്. അത് തുടക്കം കുറച്ച് സമയത്തൊക്കെ നാടക രീതിയൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇത് മാത്രമല്ല, പോലീസ് സ്റ്റേഷനിൽ ഒരു അമ്മച്ചിയുണ്ട്. സർക്കിൾ കോൺസ്റ്റബിൾ ആയിട്ടുള്ള, ശരിക്കും കോൺസ്റ്റബിൾ ആയിരുന്നെങ്കിൽ ഇപ്പം റിട്ടയർ ആവേണ്ട സമയമായി. ആ ഒരു അമ്മച്ചിയൊക്കെ പിടിച്ചുകൊണ്ട് വന്ന് കോൺസ്റ്റബിൾ ആക്കിയിട്ടുണ്ട്. ആ ഒരു കോൺസ്റ്റബിൾ എന്ന് പറഞ്ഞാൽ ചോറ് വാരി കൊടുക്കുന്നു. ഇവർക്ക് എന്തൊക്കെ കെയറിങ്ങാണ്. ചോറ് വാരി കൊടുക്കുന്നു, കൂട്ടാൻ ഷെയർ ചെയ്യുന്നു. പിന്നെ അജു വർഗീസ് കൊണ്ടുവന്ന് പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള കുറേ അപരാധ സീനേഴ്സ് ഒക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ചോദ്യത്തിന് മറുപടി കിട്ടുന്നുണ്ട്. ആ മറുപടി എന്ന് പറഞ്ഞാൽ ഇവരുടെ വീട് ഒലിച്ചു പോയി. അതിൻ്റെ ട്വിസ്റ്റ് ഞാൻ പറയാം. ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് നിങ്ങൾ ഒരിക്കലും കാണാൻ പോകില്ല, പൈസ കൊടുത്ത് ഈ ഒരു സിനിമയെ കാണാൻ പോകില്ല. കാരണം ഈ ഒരു പൈസയ്ക്ക് വേറെ എന്തെങ്കിലും നിങ്ങൾ മേടിച്ച് കഴിക്കുകയാണെങ്കിൽ ആ ശരീരത്തിനുള്ളതായിട്ടുണ്ട്. അല്ലാതെ ഇതേപോലെ കൊണ്ടുപോയി കളയാതിരിക്കുക. ഹക്കീം ഷാ ആണെങ്കിൽ സർക്കിൾ ഇൻസ്പെക്ടർ ആണല്ലോ. പുള്ളിക്കാരൻ ഒരു IPS ഓഫീസറെ കാണാൻ പോകുന്നുണ്ട്. ആ IPS ഓഫീസർ എന്ന് പറഞ്ഞാൽ ഒരു ലേഡി IPS ഓഫീസറാണ്.
അവരുടെ പ്രായം എന്ന് പറഞ്ഞാൽ റിട്ടയർഡ് ആവേണ്ട പ്രായത്തിൽ കൂടുതലുണ്ട്. അവരെ വിളിച്ചുകൊണ്ട് വന്ന് ഏതോ ഒരു അമ്മച്ചിയെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഒരു ബളുബളാന്ന് കിടക്കുന്ന ഒരു യൂണിഫോം, ഈ യൂണിഫോം എന്ന് പറഞ്ഞാൽ ഫിറ്റായിട്ട് കിടക്കണം, ബളുബളാന്ന് കിടന്ന് അടിക്കുന്നുണ്ടല്ലോ, അതേപോലത്തെ ഒരു യൂണിഫോം എടുത്ത് കൊടുത്തിട്ട് റിട്ടയർഡ് ആയ ഏതോ ഒരു അമ്മച്ചിയെ വിളിച്ചുകൊണ്ട് വന്നിട്ട് മേക്കപ്പും ചെയ്ത് ഇരുത്തിയേക്കുക IPS ഓഫീസറാണെന്ന് പറയാൻ. ഒരു IPS ഓഫീസറെ സെലക്ട് ആക്കുമ്പോൾ അവരുടെ ഒരു ലുക്കെങ്കിലും വെച്ചെങ്കിലും ഒന്ന് കൊടുത്തുകൂടായോ എന്നാണ് എനിക്കിത് പറയാനുള്ളത്. പിന്നെ വേറെ ഒരു കോമഡി എന്ന് പറഞ്ഞാൽ എനിക്ക് അത്യാവശ്യം വർക്കായ കോമഡി എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു ഹോസ്പിറ്റലിൻ്റെ ഒരു സീൻ കാണിക്കുന്നുണ്ട്. ഹക്കീം ഷാ അവരുടെ ഒരു ലവറിനെ കണ്ട് കാണാൻ പോകുന്ന ഒരു സീനാന്ന് തോന്നുന്നു. അവിടെ ഒരു ഒരാളുമായിട്ട് പരിചയപ്പെടുന്നുണ്ട്. ഇയാൾക്ക് സർക്കിൾ ഇൻസ്പെക്ടർ ആണല്ലോ, മറ്റേ ആൾക്ക് അവിടെ ജോലി, വാറ്റിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവിടെ നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ എനിക്കൊരു ചെറിയൊരു ഹ്യൂമറായിട്ട് തോന്നി. അല്ലാതെ ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കുന്തവുമില്ല. ഇതേപോലെ വീട് ഒലിച്ചു പോയി, അവർ അച്ഛൻ മരിച്ചു പോയി, അപ്പോൾ ഇവർക്ക് വേറെ ആരുമില്ല. വേറെ ആരില്ലെന്ന് പറഞ്ഞ് ഇവർ മൈസൂരിലോട്ട് കഥ ഷിഫ്റ്റ് ആവുന്നുണ്ട്. അവിടെ മൈസൂർ ഇവരുടെ അച്ഛൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മാമോനോ അങ്ങാണ്ട്, അങ്ങനെ ഇയാളെ അവർ കെയർ ചെയ്യുന്നു. അങ്ങനെ കെയർ ചെയ്യാൻ വേണ്ടി ഒരു തളത്തിൽ ഇവർ പറഞ്ഞു വിടുന്നു. അങ്ങനെ പറഞ്ഞു വിട്ട് ഒരു ഇൻ്റർവെല്ലൊക്കെ ആവുന്നുണ്ട്. ഇൻ്റർവെല്ലിൽ നിർത്തിയേക്കുന്ന അത്യാവശ്യം കൊള്ളാമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെയും പടം പോകുന്നുണ്ട്. ഈ ഇവർ തട്ടിച്ച ഓരോ വീട്ടിലൊക്കെ പോകുന്നുണ്ട്, എല്ലാവരും കയ്യിൽ നിന്ന് അടി മേടിക്കുന്നുണ്ട്. അങ്ങനെ നീണ്ടു പോകുന്നുണ്ട്. അങ്ങനെ ഇത് നീണ്ടു പോയി അവസാനം ഒരു ട്വിസ്റ്റ് ഉണ്ട്. ആ ട്വിസ്റ്റ് എന്തോന്ന് പറഞ്ഞാൽ ഇവർ ഈ പറഞ്ഞതെല്ലാം കള്ളം, ഇവർ ഈ പറഞ്ഞതെല്ലാം സീരിയലിൻ്റെ സ്റ്റോറിയാണ് പറഞ്ഞതെന്നുള്ള രീതിയിൽ ഇവർക്ക് മനസ്സിലാവും. ഇതാണ് ഇതിൻ്റെ സ്റ്റോറി. ഇതൊക്കെ ഏത് സമയത്ത് എവിടെ നടക്കുന്നത്? ഈ കല്യാണ തട്ടിപ്പൊക്കെ ഉണ്ടായിരിക്കും, പക്ഷേ അതൊക്കെ ഈ ഒരു സമയത്ത് ഇങ്ങനെ വിശ്വസിക്കാൻ പറ്റാത്ത ഒരു ഫാൻറ്റസി സ്റ്റോറി. ഈ ഒരു സ്റ്റോറി നിങ്ങൾ എന്തോ കണ്ടുകൊണ്ടാണ് രണ്ടുപേര് ഈ പൈസ മുടക്കിയവർക്കാണ് ഈ അപ്രീഷിയേറ്റ് കൊടുക്കേണ്ടത്. ഇതേപോലെ ഒരു അപരാധം സ്റ്റോറിക്ക് പൈസ മുടക്കിയ നിങ്ങൾക്ക് രണ്ടുപേർക്കുമാണ് ഈ ഒരു സിനിമയുടെ ക്രെഡിറ്റ്. നിങ്ങൾക്കാണ് അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത് നിങ്ങളെയാണ്. അപ്പോൾ അതേപോലെ ഒരു പടം തന്നെ. ഇപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം വെച്ച് നോക്കി, ചുമ്മാ പൈസ തരാമെന്ന് പറഞ്ഞാൽ പോലും പോയി കാണല്ലേന്ന് ഞാൻ പറയത്തുള്ളൂ. പിന്നെ അവസാനം വരുന്നുണ്ട്, ബാലയൊക്കെ വരുന്നുണ്ട്, ടെസ്റ്റിന് വേണ്ടിയിട്ടൊക്കെ വരിക. അത് ഞാനങ്ങ് പറയുക, ബാല വരുന്നുണ്ട്. ബാല നിഖില വിമലിനെ കാണിക്കുന്നിടത്താണ്, ഇവരുടെ കല്യാണം കഴിഞ്ഞിട്ട് പോകുന്നിടത്താണ് പടം അവസാനിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ.